വിശദമായ വാർത്തയിലേക്കാണ്. പരീക്ഷാ ഭേദഗതി ബില്ലിൽ ലോക്സഭയിൽ ഇന്നും ചർച്ച തുടരും. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സംസാരിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഇന്നും ചർച്ചയിൽ പങ്കെടുത്തേക്കില്ല. ഡൽഹിയിൽ CJP സമരത്തിനെതിരെ ഉണ്ടായ പോലീസ് നടപടിയിൽ അമിത്ഷായുടെ മറുപടി ആവശ്യപ്പെട്ട പ്രതിഷേധം തുടരാനാണ് പ്രതിപക്ഷ തീരുമാനം. ആന്റണി ജിസ്റ്റോർജ് ഉണ്ട് വിവരങ്ങളുമായി. ആന്റണി, ഇന്നലത്തെ ചർച്ചകൾക്കൊക്കെ പിന്നാലെ ഇപ്പോൾ ഇന്നും ഈ ബില്ലിന്മേലുള്ള ചർച്ച തുടരുക തന്നെയാണ്. രാഹുൽ ഗാന്ധി അടക്കം സംസാരിക്കാനുള്ള സാഹചര്യമുണ്ട്. ഇന്നും സഭ പ്രക്ഷുബ്ധമാകാനുള്ള സാഹചര്യമാണോ നിലവിലുള്ളത്? നിലവിൽ 10 മണിക്കൂർ ചർച്ചയാണ് ഈ പൊതുപരീക്ഷാ നിയമ ഭേദഗതി ബില്ലിൽ പാർലമെന്റിൽ നിശ്ചയിച്ചിരിക്കുന്നത്. അതിൽ 8 മണിക്കൂർ ചർച്ച പൂർത്തിയായി. ഇനി 2 മണിക്കൂർ ചർച്ചയാണ് ബാക്കിയുള്ളത്. ഏതായാലും ഇന്ന് നടക്കുന്ന ചർച്ചയിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ സംസാരിക്കും എന്നുള്ളതാണ്. ഏതായാലും ഇന്നലെ ഈ ചർച്ചയിലുടനീളം പ്രതിപക്ഷം സർക്കാരിനെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിക്കുന്നതാണ് കണ്ടത്. പ്രിയങ്ക ഗാന്ധി അടക്കം സർക്കാരിനെ കടന്നാക്രമിക്കുകയാണ് ചെയ്തത്. പ്രത്യേകിച്ച് ഈ വിദ്യാർത്ഥികൾക്കെതിരായ ഡൽഹിയിലെ പോലീസ് നടപടിയിൽ അമിത്ഷാ അടക്കം മറുപടി പറയണമെന്ന ആവശ്യമടക്കം ഈ ചർച്ചയിൽ പ്രതിപക്ഷം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. പ്രിയങ്ക ഗാന്ധി ഒരു പടി കൂടി കടന്ന് നിലവിലെ വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ചുമതലയുള്ള പ്രഹ്ലാദ് ജോഷിക്കെതിരെയും അതിരൂക്ഷ വിമർശനങ്ങൾ ഉന്നയിച്ചു. ഗുജറാത്ത് കലാപത്തിന്റെ കാലത്തെ കാര്യങ്ങളടക്കം ഉന്നയിച്ചുള്ള വിമർശനമാണ് പ്രിയങ്ക ഗാന്ധി പ്രഹ്ലാദ് ജോഷിക്കെതിരെ ഉയർത്തിയത്. RSS വൽക്കരണം എത്രത്തോളം വിദ്യാഭ്യാസ മേഖലയെ ബാധിച്ചിട്ടുണ്ടെന്നടക്കമുള്ള ചൂണ്ടിക്കാട്ടിയുള്ള വിമർശനമാണ് ഇത്തരത്തിൽ പ്രിയങ്ക ഗാന്ധി ഉയർത്തിയത്. അതിനെതിരെ ഭരണപക്ഷവും രംഗത്തെത്തിയിരുന്നു. ഈ പ്രിയങ്ക ഗാന്ധിയുടെ പരാമർശം വ്യക്തിഹത്യയാണ് എന്നുള്ള ആരോപണവുമായി കിരൺ റിജിജു അടക്കമുള്ളവരും ചർച്ചയ്ക്കിടയിൽ വരികയും ചെയ്തു. ഏതായാലും അതിരൂക്ഷമായ വാദപ്രതിവാദങ്ങൾക്കാണ് ഇന്നലെ ചർച്ച സാക്ഷ്യം വഹിച്ചത്. പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളെ UPA ഭരണകാലത്തെ ചോദ്യപേപ്പർ ചോർച്ചയടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയുള്ള ഒരു പ്രതിരോധമാണ് ഭരണപക്ഷം സ്വീകരിച്ചത്. ഏതായാലും ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധി സംസാരിക്കുമ്പോൾ ഭരണപക്ഷത്തിനെതിരെ ആക്രമണം കൂടുതൽ കടുപ്പിക്കാൻ തന്നെയായിരിക്കും പ്രതിപക്ഷത്തിന്റെ നീക്കമെന്ന് പറയുന്നത്. സ്വാഭാവികമായും ഈ വിദ്യാർത്ഥികൾക്ക് നേരെയുള്ള പോലീസ് അതിക്രമവും പോലീസിന്റെ നടപടിയും അതുപോലെ തന്നെ ഈ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ നടപടികൾ അടക്കമുള്ള കാര്യങ്ങളിൽ അതിരൂക്ഷമായ വിമർശനം രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ്. അതേസമയം ഈ ചോദ്യപേപ്പർ ഈ വിഷയത്തിൽ, അതായത് ഡൽഹിയിലെ പാർലമെന്റ് മാർച്ചിൽ വിദ്യാർത്ഥികൾക്ക് നേരെയുണ്ടായ പോലീസിന്റെ നടപടി, ആ നടപടിയിൽ അമിത്ഷാ മറുപടി പറയണമെന്ന ആവശ്യവും പ്രതിപക്ഷം ശക്തമായി തന്നെ ഉന്നയിക്കും. ആ ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന നിലപാടിലാണ് പ്രതിപക്ഷമുള്ളത്. ഇന്നലെ പാർലമെന്റ് നടപടികൾ തുടങ്ങിയപ്പോൾ ഈ വിഷയം പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നു. അതിനുശേഷം ഈ ചർച്ചയിലും സഹകരിച്ചെങ്കിലും ഈ വിഷയം സജീവമായി തന്നെ ഉന്നയിക്കുകയാണ് പ്രതിപക്ഷം ചെയ്തത്. ഏതായാലും ഇന്നും അങ്ങനെ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം എന്ന് പറയുന്നത്. ലോക്സഭയിൽ ഇന്നും ഈ ചർച്ച നടക്കുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ അതുപോലെ തന്നെ അമിത്ഷായോ എത്തിയേക്കില്ല എന്നുള്ളതാണ് സൂചന. ഇന്നലെയും ഇരുവരും സഭയിലേക്ക് എത്തിയിരുന്നില്ല. ഇത് ഇന്നലെ KC വേണുഗോപാൽ അടക്കമുള്ള പ്രതിപക്ഷ നേതാക്കൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു. അമിത്ഷായുടെ മറുപടിയാണ് പ്രതിപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട ആവശ്യമെന്ന് പറയുന്നത്. അമിത്ഷാ ഇക്കാര്യത്തിൽ സംസാരിക്കണമെന്ന ആവശ്യമാണ് ഉള്ളത്. ഏതായാലും ഇക്കാര്യത്തിൽ അമിത്ഷായുടെ ഒരു മറുപടി ഉണ്ടാകാനുള്ള സാധ്യതയൊന്നും നിലവിലില്ല എന്നുള്ളതാണ്. ഈ ബില്ല് ഇന്നിപ്പോൾ ചർച്ച കഴിഞ്ഞാൽ സ്വാഭാവികമായും പാസാക്കിയാൽ രാജ്യസഭയുടെ പരിഗണനയിലേക്ക് വരും. അവിടെയും ചർച്ച പൂർത്തിയാക്കിയ ശേഷമായിരിക്കും ബില്ല് അന്തിമമായി പാസാക്കി രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്കായി അയക്കുക. ഏതായാലും ഇന്ന് ചർച്ച പൂർത്തിയാക്കി ബില്ല് പാസാക്കുമെന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്ന കാര്യമെന്ന് പറയുന്നത്. ഏതായാലും ലോക്സഭയെ ഒപ്പം തന്നെ രാജ്യസഭയിലേക്ക് വന്നാലും ശക്തമായ പ്രതിഷേധം തന്നെ രാജ്യസഭയിൽ തുടരും എന്നുള്ളത് തന്നെയാണ്. ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെയായി രാജ്യസഭയിലും ഈ അമിത്ഷായുടെ മറുപടി ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത്. പ്രധാനമന്ത്രി വരട്ടെ, അമിത്ഷാ വരട്ടെ, അമിത്ഷാ ഇക്കാര്യത്തിൽ ഒരു പ്രസ്താവന നടത്തട്ടെ, വിദ്യാർത്ഥികളുടെ ഈ നേരെയുണ്ടായ പെല്ലറ്റ് ഗൺ ആക്രമണം അടക്കം ഇക്കാര്യത്തിൽ അമിത്ഷാ മറുപടി പറയണം, ബീഹാറിലടക്കം AK-47 വിദ്യാർത്ഥികൾക്ക് നേരെ ഉപയോഗിക്കുന്ന സാഹചര്യമുണ്ടായി, ഇതിലെല്ലാം അമിത്ഷാ മറുപടി പറഞ്ഞേ മതിയാകൂ എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രതിപക്ഷം. ഇന്നലെയും സമാനമായ വിഷയം രാജ്യസഭയിൽ പ്രതിപക്ഷം രാവിലെ സഭാ നടപടികൾ തുടങ്ങിയപ്പോൾ മുതൽ തന്നെ ഉന്നയിക്കുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ 2 തവണ സഭ നിർത്തിവെച്ച് സഭ പിന്നീട് ചേർന്നപ്പോഴും ബഹളം തുടർന്നതോടെ സഭ ഇന്നത്തേക്ക് പിരിയുകയാണ് ചെയ്തത്. ഇന്നും രാജ്യസഭയിൽ സമാനമായ സാഹചര്യത്തിന് തന്നെയാണ് സാധ്യത. ഇന്നും ആ വിഷയം പ്രതിപക്ഷം ശക്തമായി തന്നെ ഉയർത്തും. അതോടുകൂടി രാജ്യസഭയും പ്രക്ഷുബ്ധമാകാനുള്ള സാധ്യതയാണ് ഉള്ളത്. ലോക്സഭയിൽ ചർച്ച ഒരുപക്ഷെ ഉച്ചയ്ക്ക് ശേഷമായിരിക്കും. അങ്ങനെയെങ്കിൽ ചർച്ച
ചർച്ചയോട് പ്രതിപക്ഷം സഹകരിച്ച് സംസാരിക്കും. അതേസമയം രാവിലത്തെ സഭാ നടപടികളുമായി സഹകരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ചോദ്യോത്തര വേളയിലടക്കം പ്രതിപക്ഷം ഈ അമിത്ഷായുടെ മറുപടി ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധം ശക്തമായി ഉയർത്തും. ശരി, വ്യക്തമാണ്. ആന്റണി ജോർജാണ് വിവരങ്ങൾ നൽകിയത്.